കേരളത്തിന് സ്വന്തമായി ഒരു അതിവേഗ റെയിൽ. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 3-4 മണിക്കൂറിൽ യാത്ര. സിൽവർ ലൈനിലും കേരളയിലും തുടങ്ങിയ പദ്ധതി ഇപ്പോൾ RRTSലെത്തി നിൽക്കുന്നു. എന്താണ് RRTS എന്നും അത് കേരളത്തിന് യോജിച്ച ഹൈസ്പീഡ് റെയിൽ ആകാനാകുമോ എന്നും ഈ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്യാം. ഇത് ഡൽഹിയിലെ RRTS അഥവാ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം. ഡൽഹിയെ തൊട്ടടുത്തുള്ള സാറ്റലൈറ്റ് സിറ്റികളുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇതിൻ്റെ ഡൽഹി മുതൽ മീററ്റ് വരെയുള്ള ഒരു ലൈൻ മാത്രമാണ് ഇതുവരെ പ്രവർത്തിക്കുന്നത്. 55 കിലോമീറ്ററിൽ നിന്ന് 82 കിലോമീറ്ററായി ഉയർത്തിയുള്ള ഫേസ് 2ൻ്റെ ഉദ്ഘാടനം ഈ ഫെബ്രുവരി 22-നാണ് നടന്നത്. ഈ ഡൽഹി മുതൽ മീററ്റ് വരെയുള്ള 82 കിലോമീറ്റർ യാത്ര 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് മാത്രം പൂർത്തിയാക്കാവുന്ന സെമി ഹൈസ്പീഡ് റെയിലാണ് RRTSൻ്റേത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് 180 km/h വരെ ആകാമെങ്കിലും ഓപ്പറേഷണൽ സ്പീഡ് 160 കിലോമീറ്ററിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. 15 സ്റ്റേഷനുകളോളമുള്ള ഈ 82 കിലോമീറ്റർ യാത്ര പൂർത്തിയാക്കാൻ ഏകദേശം 55 മിനിറ്റ് എന്ന് കൂട്ടിയാൽ ഇതിൻ്റെ ആവറേജ് സ്പീഡ് ഏകദേശം 90 km/h വരിക. ഒരു മോഡേൺ ലുക്കൊക്കെയുള്ള ഈ RRTSനെ വേണമെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് മെട്രോയായിട്ട് കണക്കാക്കാം. ഈ RRTS ഡൽഹിയുടെ മറ്റ് സാറ്റലൈറ്റ് നഗരങ്ങളായ ഗുരുഗ്രാം, അൽവാർ, പാനിപ്പത്ത്, കർണാൽ എന്നിവിടേക്കും പുതിയ ലൈനുകൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ലക്നൌവിനെ കാൺപൂരുമായിട്ടും കൊൽക്കത്തയെ തൊട്ടടുത്തുള്ള അസൻസോളുമായിട്ടും RRTS ഉപയോഗിച്ച് ബന്ധിപ്പിക്കാൻ ചർച്ചകളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് RRTSനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യാൻ കാര്യം ഇത് കേരളത്തിൻ്റെ ഹൈസ്പീഡ് റെയിലാവാൻ യോജിച്ചതാണോ എന്ന് അന്വേഷിക്കാനാണ്. അതിന് ഏറ്റവും ആദ്യം കേരളത്തിന് എന്താണ് ആവശ്യം എന്ന് നോക്കാം. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് 3-4 മണിക്കൂറിൽ യാത്ര പൂർത്തിയാക്കാവുന്ന ഒരു ഹൈ സ്പീഡ് മാസ് ട്രാൻസിറ്റ് സിസ്റ്റം, അതാണ് കേരളത്തിന് വേണ്ടത്. ഏകദേശം 550 കിലോമീറ്ററുള്ള ഈ യാത്ര ഇപ്പോൾ റോഡ് മാർഗമോ റെയിൽ മാർഗമോ പൂർത്തിയാക്കാൻ ഏകദേശം 8 മുതൽ 14 മണിക്കൂർ വരെ എടുക്കാം. അതുകൊണ്ട് മിതമായ ഒരു നിരക്കിൽ ഹൈസ്പീഡ് റെയിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ഫ്ലൈറ്റ്, റോഡ്, റെയിൽ ഇതിനേക്കാളുമൊക്കെ ഏറ്റവും ഉപയോഗപ്രദമായ ഒന്നാവുമെന്ന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ 550 കിലോമീറ്റർ 4 മണിക്കൂറിൽ പൂർത്തിയാക്കാൻ ഇതിൻ്റെ ഒരു ആവറേജ് സ്പീഡ് 140 km/h അടുത്തെങ്കിലും വേണം. RRTSൻ്റെ ഓപ്പറേഷണൽ ടോപ്പ് സ്പീഡ് ഇപ്പോൾ 160 km/h ആണ്. അതായത് ഏകദേശം മുഴുവൻ ദൂരവും ടോപ്പ് സ്പീഡിൽ പോയാൽ മാത്രമേ ഈ 4 മണിക്കൂറിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോവുക എന്നുള്ള ലക്ഷ്യം സാധ്യമാവുകയുള്ളൂ. ഇതിൽ പക്ഷേ പല സെക്ഷനുകളിലും ട്രാക്ക് അലൈൻമെൻറ്റ് കൊണ്ടോ അല്ലെങ്കിൽ പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടോ ഈ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല, സ്റ്റോപ്പിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ട്രെയിനിൻ്റെ ആവറേജ് സ്പീഡും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേഷനിലും നിർത്തിയിട്ടിരിക്കുന്ന സമയം കൂടാതെ അത് സ്ലോ ചെയ്യാനും തിരിച്ച് ആക്സിലറേറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ ട്രെയിൻ ഈ സ്പീഡിലും ടോപ്പ് സ്പീഡിലും വളരെ കുറച്ച് സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. ഇത്രയും ദൂരത്ത് വെറും 10 സ്റ്റേഷനുകൾ മാത്രം ഉണ്ടെന്ന് വിചാരിച്ചാൽ പോലും ഓരോ സ്റ്റേഷനിലും 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം 20 മിനിറ്റ് ട്രെയിൻ നിർത്തിയിടേണ്ട അവസ്ഥയാണ്. അപ്പോൾ ബാക്കി ഓടുന്ന സമയത്ത് 150-160 km/h ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഈ 4 മണിക്കൂറിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള യാത്ര പൂർത്തിയാക്കാനാവുള്ളൂ. ഇത്രയും ദൂരത്തേക്ക് ആവറേജ് സ്പീഡ് 160 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ പല സെക്ഷനുകളിലും 200-250 km/h എത്താൻ സാധിക്കുന്ന ഒരു ട്രെയിൻ ആവശ്യമാണ്. പിന്നെ RRTSനെ കുറിച്ച് ഇതുവരെ ചർച്ച ചെയ്തതിൽ ഓർത്താൽ അറിയാം, ഈ സിസ്റ്റം 100 കിലോമീറ്റർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ താഴെയുള്ള യാത്രകൾക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. മെയിൻ സിറ്റിയെ അതിന് തൊട്ടടുത്തുള്ള നഗരങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു റീജിയണൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം മാത്രമാണ് ഈ RRTS എന്ന് പറയുന്നത്. ഇത് ലോങ് ഡിസ്റ്റൻസ് യാത്രകൾക്കായി ഡിസൈനോ പ്രൊപ്പോസോ മറ്റൊരിടത്തും ചെയ്തിട്ടില്ല.
യാത്രക്കാർ അരമണിക്കൂർ മാത്രം യാത്ര ചെയ്യുന്ന ഒരു മെട്രോ സിസ്റ്റം പോലെയല്ല ലോങ് ഡിസ്റ്റൻസ് ട്രെയിനുകൾ ഡിസൈൻ ചെയ്യേണ്ടത്. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ RRTS കേരളത്തിൻ്റെ ഹൈ സ്പീഡ് റെയിലാവാൻ യോജിച്ചതല്ല എന്നാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?